Hi students, welcome back to MR Physics tutorial. Plus 2 Physics രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഡൈപോളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് നമ്മൾക്ക് ഇന്ന് ഡിറൈവ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges separated by a small distance. ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ ആണ്. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഇതാണ് ഡൈപോൾ. ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് പി ആണ്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ -q-ൽ നിന്നും +q-ലേക്കാണ്. ആ ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് when electric dipole is placed in a uniform electric field it will experience a torque. ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് ഡൈപോൾ വെച്ചിട്ടുള്ളത്. ഈ +q ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് q × E എന്നാണ്. -q ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് q × E എന്ന് തന്നെയാണ്. ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് മൂലം ഈ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡൈപോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ല, ഈ ഒരു ഡയറക്ഷനിലാണ് ഈ ഡൈപോൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin θ. ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് PE sin θ എന്നാണ്. P ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. തീറ്റ എന്നത് ഡൈപോൾ മൊമെന്റിനും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ്. ഇതാണ് ഈ ഡയറക്ഷനിലാണ് ഈ ഡൈപോൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കിന്റെ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, സപ്പോസ് ഒരു സ്മോൾ ആംഗിൾ dθ എന്ന വളരെ ചെറിയ ആംഗിൾ നമ്മൾ ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്തു. ഡൈപോൾ ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഈ ഡയറക്ഷനിലാണ് ഡൈപോളിന്റെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് ഞാൻ ഈ ഡൈപോളിനെ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യിച്ചു. എത്ര ആംഗിൾ? ബൈ എ സ്മോൾ ആംഗിൾ, വളരെ ചെറിയ ആംഗിൾ dθ. dθ എന്ന് പറയുന്ന ഡൈപോൾ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് dθ എന്ന സ്മോൾ ആംഗിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡൈപോൾ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യിക്കണം. അങ്ങനെ dθ എന്ന സ്മോൾ ആംഗിൾ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഒരു ചെറിയൊരു വർക്ക് അവിടെ ചെയ്യേണ്ടി വരും അല്ലെ. ആ സ്മോൾ വർക്ക് അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? dw ഈക്വൽസ്. നമുക്കറിയാം എന്താണ് വർക്കിന്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് dw സ്മോൾ വർക്ക് dw ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F × dx നമ്മൾ കൊടുത്തിട്ടുണ്ട്. dx എന്ന സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ ചെയ്യേണ്ട സ്മോൾ വർക്ക് dw ഈക്വൽ ടു F × dx. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. F നും dx വരെയുള്ള ആംഗിൾ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ F ഉം dx ഉം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് ലീനിയർ മോഷന്റെ കേസിലാണ്. എന്നാൽ റൊട്ടേഷണൽ മോഷന്റെ കേസിൽ വർക്കിന്റെ ഇക്വേഷൻ വരുന്നത് dw ഈക്വൽസ് ഫോഴ്സിന്റെ സ്ഥാനത്ത് ടോർക്ക വരും. നമുക്കറിയാം റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ടോർക്കാണ്. ഫോഴ്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? ടോർക്ക് വരും. dx ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് വരിക, dθ. അപ്പൊ dw ഈസ് ഈക്വൽ ടു എന്താണ്? റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ dθ എന്ന സ്മോൾ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്ക്, dθ എന്ന സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്ക് dw ഈക്വൽ നമുക്ക് എന്ത് കൊടുക്കാം? ടോ ഇൻറ്റു dθ എന്ന് കൊടുക്കാം. dw ഈക്വൽസ് ടോ ഇൻറ്റു dθ. ഇനി നമ്മളിവിടെ ടോന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ടോന്റെ വാല്യൂ? PE sin θ എന്നാണ്. PE sin θ ഇൻറ്റു dθ. ഇതാണ്
ഡി തീറ്റ എന്ന വളരെ ചെറിയ ആംഗിൾ, ഡി തീറ്റ എന്ന വളരെ ചെറിയ ആംഗിൾ ഇതിനെ ഈ ഡയറക്ഷനിൽ, ഡി തീറ്റ എന്ന വളരെ ചെറിയ ആംഗിൾ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്മോൾ വർക്കാണ് ഡി ഡബ്ല്യു ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ, സപ്പോസ് ഇനീഷ്യലി നമ്മൾ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്നത് θ1 എന്ന ആംഗിൾ ആണ്. അവിടെ നിന്നും അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് θ2 എന്ന ഫൈനൽ ആംഗിളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ സ്മോൾ വർക്കിന് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടം വരെ? θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ2 എന്ന ഫൈനൽ ആംഗിൾ വരെ. ഇതാണ് ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ. The work done to rotate the dipole from an initial angle θ1 to a final angle θ2 is W equals integral θ1 to θ2 dW. dW is the small work done to rotate the dipole through a small angle d theta. That equals integral from θ1 to θ2. dW ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ PE sin θ d theta. നമുക്കറിയാം പി ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഇ എന്നിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? ദിസ് ഈക്വൽസ് പി ഇ ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം θ1 to θ2 സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. PE into integral from θ1 to θ2 sin θ d θ. ഇനി എന്താണ് ഇന്റഗ്രൽ sin θ d θ? sin θ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടേം മൈനസ് കോസ് തീറ്റ എന്നാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്. sin θ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കോസ് തീറ്റ എന്ന് കിട്ടുക. sin θ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്താണ്? മൈനസ് കോസ് തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് W ഈക്വൽസ് PE ഇൻറ്റു ഇന്റഗ്രൽ സൈൻ തീറ്റ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യണം ഫ്രം θ1 to θ2. ദിസ് ഈക്വൽസ് PE ഇൻറ്റു, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് തീറ്റക്ക് θ2 എന്നുള്ള വാല്യൂ കൊടുക്കുക, മൈനസ് പിന്നെ തീറ്റക്ക് എന്ത് കൊടുക്കുക? θ1 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് മൈനസ് കോസ് അപ്പർ ലിമിറ്റ് കൊടുക്കുക θ2 മൈനസ് പിന്നെന്താ ഉള്ളത്? മൈനസ് കോസ് തീറ്റക്ക് എന്ത് കൊടുക്കുക? θ1 മൈനസ് മൈനസ് കോസ് θ1 മൈനസ് കോസ് θ2 മൈനസ് മൈനസ് കോസ് θ1. ദാറ്റ് ഈക്വൽസ് PE ഇൻറ്റു മൈനസ് കോസ് θ2 മൈനസ് മൈനസ് എന്താവും? പ്ലസ് പ്ലസ് കോസ് θ1. ഓർ വി ക്യാൻ റൈറ്റ് W is equal to PE ഇൻറ്റു cos θ1 മൈനസ് കോസ് θ2. θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ2 എന്ന ഫൈനൽ ആംഗിൾ വരെ ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ ആണ് എന്ത്? W ഈക്വൽസ് PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ2 എന്ന ഫൈനൽ ആംഗിൾ വരെ ഈ ഡൈപോളിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ വർക്കിന്റെ ഇക്വേഷൻ ആണ് W ഈക്വൽസ് PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? W ഈക്വൽസ് PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 അല്ലേ? θ1 ആണ് ഇനീഷ്യൽ ആംഗിൾ, θ2 അതിന്റെ ഫൈനൽ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനൽ ആംഗിൾ. ഓക്കെ, ഇനി നമുക്കറിയാം ഏത് ആംഗിളിലാണ് ഡൈപോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ എന്നാണ്. നമ്മൾ തീറ്റക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ടോ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? PE സൈൻ 90. സൈൻ 90ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ടോ ഈക്വൽ ടു P. ഇതാണ് ടോർക്കിന്റെ മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂ, മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊസിഷനാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ θ1 ഈക്വൽ ടു, നമ്മൾ θ1 ഈക്വൽ ടു എത്ര കൊടുക്കുന്നു? 90 ഡിഗ്രി കൊടുക്കുന്നു. കാരണം അവിടെയാണ് ഈ ഡൈപോൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ നിന്നും നമ്മൾ തീറ്റ എന്ന ആംഗിളിലേക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് θ2 ഈക്വൽ ടു നമ്മൾ θ2 കൊടുക്കുന്നു. 90 ഡിഗ്രിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡുമായിട്ട് തീറ്റ എന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഡൈപോൾ എന്ത് ചെയ്യുകയാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇനീഷ്യൽ ആംഗിൾ θ1 ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുക്കുന്നു, ഫൈനൽ ആംഗിൾ θ2 ഈക്വൽ ടു തീറ്റ എന്ന് കൊടുക്കുന്നു.
നമ്മൾ പറഞ്ഞു θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ2 എന്ന ഫൈനൽ ആംഗിൾ വരെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കാണെന്ത് W = PE × cos θ1 - cos θ2. ഇവിടെ നമ്മൾ θ1 എന്ത് കൊടുക്കുന്നു 90 ഡിഗ്രി എന്ന് കൊടുക്കുന്നു, കാരണം അവിടെയാണ് ഡൈപോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. θ2 = θ എന്ന് കൊടുക്കുന്നു. ജനറൽ ആയിട്ട് θ2 = എന്ത് കൊടുക്കുന്നു θ എന്ന് കൊടുക്കുന്നു. θ1 90 ഡിഗ്രി കൊടുത്തത് കൊണ്ട് θ2 = നമ്മൾ എന്ത് കൊടുക്കുന്നു θ എന്ന് കൊടുക്കുന്നു. അപ്പൊ 90 ഡിഗ്രി എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ എന്ന ഫൈനൽ ആംഗിൾ വരെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? W = PE × cos 90 - cos θ. θ1 ന് 90 എന്ന് കൊടുക്കുക, θ2 ന് θ എന്ന് കൊടുക്കുക. That equals PE × cos 90. cos 90 ന്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്, minus cos θ. Or this equals minus PE cos θ. W equals PE × 0 - cos θ. 0 - cos θ minus cos θ ആണ്. Therefore we can get right what W equals minus PE cos θ. ഈ വർക്കാണ് W equals minus PE cos θ. ഈ വർക്കാണ് θ എന്ന ആംഗിളിൽ ഈ ഡൈപോളിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ത് എഴുതാം? U equals minus PE cos θ എന്ന് എഴുതാം. Or in vector form we can write U equals minus P dot E. Minus P dot E എന്താണ്? നമുക്കറിയാം P dot E എന്താണ്? PE cos θ. അപ്പോൾ മൈനസ് PE cos θ നമുക്ക് എന്ത് എഴുതാം? മൈനസ് വെക്ടർ P ഡോട്ട് വെക്ടർ E. ഇതാണ് θ എന്ന ആംഗിളിൽ നമ്മൾ ഡൈപോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഡൈപോളിന് θ1 എന്ന ഇനീഷ്യൽ ആംഗിൾ മുതൽ θ2 എന്ന ഫൈനൽ ആംഗിൾ വരെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് W equals PE × cos θ1 - cos θ2. θ1 = 90 ഡിഗ്രി നടക്കുന്നു, അവിടെയാണ് ഡൈപോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ നിന്ന് θ എന്ന ആംഗിൾ വരെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് PE × cos 90 - cos θ, or PE × 0 - cos θ, since cos 90 = 0, or W equals minus PE cos θ. This work is stored in the dipole as electrostatic potential energy, that is U equals minus PE cos θ, or in vector form U equals minus vector P dot vector E. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഡൈപോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? U equals minus PE cos θ. ഇനി നമുക്ക് ഇത് 3 കേസിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. കേസ് 1, when θ equals 0 ഡിഗ്രി, അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ആരെ വെച്ചിട്ടുള്ളത്? ഡൈപോൾ വെച്ചിട്ടുള്ളത്. അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും വെക്ടർ പിയുടെ ഡയറക്ഷനും വെക്ടർ ഇയുടെ ഡയറക്ഷനും സെയിം ആണ്. അല്ലെങ്കിൽ പിക്കും ഇക്കും ഇടയിലുള്ള ആംഗിൾ θ = എത്രയാണ്? 0 ഡിഗ്രിയാണ്. അങ്ങനെയാകുമ്പോൾ U = എന്താ വരിക? മൈനസ് PE cos 0. cos 0ന്റെ വാല്യൂ 1 ആണ്. നമുക്ക് ഇതെന്ത് കിട്ടും? മൈനസ് PE എന്ന് കിട്ടും. U equals minus PE. അത് θ = 0 ഡിഗ്രി എന്ന് പറയുന്ന പൊസിഷനിൽ ഈ ഡൈപോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് PE ആണ്. ഈ പൊസിഷനെ നമ്മൾ പറയുന്ന പേര് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. എന്തുകൊണ്ടാണ് ഈ പൊസിഷനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്? ഈ പൊസിഷനിലാണ് ഡൈപോളിന് ഏറ്റവും കുറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. U equal minus PE എന്ന ഏറ്റവും കുറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് ഈ പൊസിഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ ഡൈപോൾ നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടോർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് ഈ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. മനസ്സിലായോ? ഇവിടുന്ന് നമ്മൾ ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടോർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വീണ്ടും ഈ പൊസിഷനിലേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് ഈ പൊസിഷൻ എന്ത് പേര് പറയുന്നത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. ദാറ്റ്സ് വൈ ദിസ് പൊസിഷൻ ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി when θ equal to 90 ഡിഗ്രി, രണ്ടാമത്തെ കേസ് θ equal to 90 ഡിഗ്രി.
തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ യു ഈക്വൽ ടു മൈനസ് പി ഇ കോസ് 90 എന്ന് വരും. കോസ് 90യുടെ വാല്യൂ 0 ആണ്. യു ഈക്വൽ ടു 0. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. മൂന്നാമത്തെ കേസ് 3, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ പ്ലസ് ക്യൂവും ഇവിടെ മൈനസ് ക്യൂവും. അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. വെക്ടർ പിക്കും വെക്ടർ ഇ കൂടെയുള്ള ആംഗിൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഈ പൊസിഷനിൽ യു ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് മൈനസ് പി ഇ കോസ് 180 ആണ്. ദാറ്റ് ഈക്വൽസ് മൈനസ് പി ഇ ഇൻറ്റു കോസ് 180യുടെ വാല്യൂ -1 ആണ്. മൈനസ് പി ഇ ഇൻറ്റു -1 പി ഇ എന്ന് കിട്ടും. ഇതാണ് ഡൈപോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. യു ഈക്വൽ ടു പി ഇ. യു ഈക്വൽ ടു മൈനസ് പി ഇ. ഇവിടെയാണ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എന്നുള്ള ഈ പൊസിഷനിലാണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത്. യു ഈക്വൽ ടു പ്ലസ് പി ഇ എപ്പോഴും വെൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഈ പൊസിഷനിലാണ് ഡൈപോളിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ പൊസിഷന് പറയുന്ന പേര് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് ഈ സ്റ്റേറ്റിന് പറയുന്ന പേര്. എന്തുകൊണ്ടാണ് ഇതിന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്? ഈ പൊസിഷനിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. തീറ്റ 180 കൊടുത്തു കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു പി ഇ സൈൻ 180. സൈൻ 180യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ടോ ഈക്വൽ ടു 0. ഈ പൊസിഷനിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, നമ്മൾ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ ആ എക്സ്റ്റേണൽ ടോർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പൊസിഷനിലല്ല വന്ന് നിൽക്കുക, തിരിച്ച് വീണ്ടും ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് ഈ പൊസിഷനിലാണ് വന്ന് നിൽക്കുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ആ ടോർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ പൊസിഷനിലേക്ക് വരില്ല. കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഇലക്ട്രിക് ഫീൽഡിനെ പാരലായിട്ട് വരും. അതുകൊണ്ട് ഈ പൊസിഷന് പറയുന്ന പേരാണ് എന്ത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. യു ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി യു ഈക്വൽ ടു മൈനസ് പി ഇ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡൈപോൾ വെച്ചതെങ്കിൽ the potential energy stored in it is 0. And when theta equal to 180 degree electric field in anti-parallel ആയിട്ടാണ് ഡൈപോൾ വെച്ചതെങ്കിൽ it will ഡൈപോൾ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും യു ഈക്വൽ ടു പി ഇ. ആ പൊസിഷന് പറയുന്ന പേരാണ് എന്ത്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, താങ്ക് യു.